കണ്ണുകളെല്ലാം അടയ്ക്കാം. ആരും കണ്ണു തുറന്നിരിക്കണ്ട. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അറിയുന്ന നല്ല ദൈവമേ, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ നല്ല ദൈവമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ വേദനകൾ, സഹനങ്ങൾ, പോരായ്മകൾ, ബലഹീനതകൾ, പാപങ്ങൾ എല്ലാം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. എൻ്റെ നല്ല ദൈവമേ, എന്നെ പൂർണ്ണമായി അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ. എൻ്റെ വേദനകളിലൂടെ, എൻ്റെ സഹനത്തിലൂടെ, എൻ്റെ പാപത്തിലൂടെ, എൻ്റെ ബലഹീനതയിലൂടെ എന്നെ മനസ്സിലാക്കുന്ന നല്ല ദൈവമേ, എന്നെ പൂർണ്ണമായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കണ്ണുകളടച്ച് എന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവേ, എന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. ഇത് മാത്രം ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എന്നെ മനസ്സിലാക്കുന്നതല്ല ദൈവമേ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. ഇത് വീണ്ടും വീണ്ടും നമുക്ക് ഹൃദയത്തിലൊന്ന് പറയാൻ സാധിക്കട്ടെ. എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന കർത്താവേ, ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ മനസ്സിലാക്കുന്ന ദൈവമേ, ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചു നിന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമുക്കൊന്ന് ശ്രവിക്കാം. കണ്ണുകൾ അടച്ച് തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു ദൈവജൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് ഈശോവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവരവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു ചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദേനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർദ്ധിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജൻ പറഞ്ഞു. ഈശോ പറഞ്ഞു, നീയും അതുപോലെ ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിലെ ഏറ്റവും സ്നേഹം എന്നുള്ളവരായി നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഭാഗം ഏതാ?
നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ഈശോ ഈ സുവിശേഷ ഭാഗം തുടങ്ങുമ്പോൾ നമ്മൾ വായിച്ച് കേൾക്കുന്നത്, ഒരു നിയമജൻ എഴുന്നേറ്റ് വന്ന് അവനെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നാണ്. അപ്പോൾ നിയമജന് കർത്താവ് കൊടുത്ത മറുപടി നമുക്കറിയാം. നീ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എന്ത് വായിക്കുന്നു? അതിനുശേഷമാണ് ഈശോ ഈ ഉപമ പറയുന്നതിന് പശ്ചാത്തലം നമുക്കറിയാം. നിയമജൻ ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിൻ്റെ മറുപടിയായിട്ടാണ് കർത്താവ് ഈ ഉപമ പറഞ്ഞത്. ഈ ഉപമ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടൊക്കെയുള്ള ഉപമയാണ്. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ ഇതിനുത്തരം പറയുമല്ലോ, അല്ലേ? ഇല്ലേ? ശരിക്കും ഈ ഉപമയ്ക്ക് പറയാൻ പറ്റുന്ന പേരാണോ നല്ല സമറിയാക്കാരൻ? ആണോ? ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? ചോദ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ പറയാൻ, ഈ ഉപമയ്ക്ക് ചേരുന്ന പേരാണോ നല്ല സമറിയാക്കാരൻ? ചോദ്യം മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും ഈ 1 മണിക്കൂർ വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ഉപമയ്ക്ക് ചേരുന്ന പേരാണോ നല്ല സമറിയാക്കാരൻ? നമ്മൾ ഈ ഉപമ വായിക്കുമ്പോൾ 25-ാം വാക്യം മുതൽ 10-ാം അധ്യായം 25-ാം വാക്യം മുതൽ അതിൻ്റെ തലക്കെട്ടാണ് നമ്മൾ വായിക്കുന്നത്. നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ഇതാണ് തലക്കെട്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയണം. ഈ തലക്കെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണോ അല്ലയോ? നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിലും പലയിടത്തും പഴയ നിയമത്തിലുണ്ട് തലക്കെട്ടുണ്ട്. തലക്കെട്ട് പറഞ്ഞാൽ മനസ്സിലാവും. ടൈറ്റിൽ ഓരോ ഭാഗവും തുടങ്ങുമ്പോൾ തലക്കെട്ടുണ്ട്. ഈ തലക്കെട്ട് 10-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ചിട്ട്. ഇതിൻ്റെ ഒരു തലക്കെട്ടാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ എന്ന് പറഞ്ഞ തലക്കെട്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ തലക്കെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണോ അല്ലയോ? അന്തം വിട്ട കുന്തം പോലെ നോക്കിയിരിക്കാതെ ഉത്തരം പറ. ആണോ? എന്നാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. തലക്കെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് വാക്യങ്ങൾ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തലക്കെട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ബൈബിൾ തെറ്റാണെന്നല്ല പറയുന്നത്. തലക്കെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ല. വിശുദ്ധ ഗ്രന്ഥം ആ ഭാഗം എന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ല തലക്കെട്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ തലക്കെട്ട് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ തലക്കെട്ട് ഇതാണ്, നല്ല സമറിയാക്കാരൻ്റെ ഉപമ. ഈ ഉപമയിൽ നല്ല സമറിയാക്കാരനാ നമുക്ക് കാണാൻ പറ്റുമോ? വിശുദ്ധ ഗ്രന്ഥ ഭാഗം തുടങ്ങുന്ന ഇങ്ങനെയാണ്: നിയമജ്ഞൻ പരീക്ഷിക്കുവാനായിട്ട് ചോദിച്ചു. എന്ത് ചോദിച്ചത്? അല്ല, തുടങ്ങുന്നത് അങ്ങനെയാണോ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറയും, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം പറയും, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പോഴാണ് ചോദിക്കുക, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? ഈ സമറിയാക്കാരനെ പോലെ ചെയ്യണം. അപ്പോൾ ഈ ഉപമയ്ക്ക് പറ്റിയ പേര് നിങ്ങൾ പറ. നല്ല സമറിയാക്കാരൻ നമ്മൾ പറയും. ഈ ഉപമയ്ക്ക് പറ്റിയ പേരെന്തായിരിക്കും? തലക്കെട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ല, ഞാൻ പറഞ്ഞു ഇല്ലേ? മനസ്സിലായോ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് ഞാനൊരു അയൽക്കാരനായി വർദ്ധിക്കണം. അപ്പോൾ ഈ ഉപമയ്ക്ക് പറ്റിയ തലക്കെട്ട് എന്തായിരിക്കും? നിത്യജീവൻ അവകാശമാക്കിയ ആര്? സമറിയാക്കാരൻ അല്ലേ? സമറിയാക്കാരനല്ലേ നിത്യജീവൻ അവകാശം. ഈ സമറിയാക്കാരനെ പോലെ പ്രവർത്തിച്ചാൽ എനിക്ക് നിത്യജീവൻ അവകാശമായി കിട്ടും. അപ്പോൾ ഈ തലക്കെട്ട് നിത്യജീവൻ അവകാശമാക്കിയ സമറിയാക്കാരൻ എന്നുകൂടി നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. ഈ കാര്യം മനസ്സിലായോ? നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ഈ സമറിയാക്കാരനെ പോലെ ഞാൻ പ്രവർത്തിക്കണമെന്നാണ് കർത്താവ് പറയുക. എന്താണ് ഈ സമറിയാക്കാരൻ ചെയ്ത കാര്യം? എന്താണ് ഈ സമറിയാക്കാരൻ ചെയ്ത കാര്യം? ഈ ഉപമയിലെ പല കഥാപാത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പല കഥാപാത്രങ്ങൾ. ഒന്നാമത്തെ കഥാപാത്രമാണ് ആര്? ഒരു യാത്രികൻ. എന്താണ് ഈ യാത്രികൻ? ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന യാത്രികൻ ഒന്നാമത്തെ കഥാപാത്രം. രണ്ടാമത്തെ കഥാപാത്രമാണ് ആക്രമിച്ച വ്യക്തികൾ. ആ ആക്രമിച്ച വ്യക്തികളെ നമുക്കൊന്ന് മാറ്റി നിർത്താം. പിന്നെ ഉള്ള കഥാപാത്രമാണ് പുരോഹിതൻ. രണ്ടാമത്തെ കഥാപാത്രമാണ് ലേവിയ. ഈ പുരോഹിതനും ഈ ലേവിയും ചെയ്ത തെറ്റെന്താ? ഈ പുരോഹിതനും ഈ ലേവിയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ പുരോഹിതനും ഈ ലേവിയും, ഞങ്ങളെപ്പോലുള്ള പുരോഹിതനും ലേവിയും ചെയ്ത തെറ്റെന്താ? അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അവർ തെറ്റ് ചെയ്തിട്ടില്ല. അർത്ഥപ്രാണനായി വഴിയരികിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സ്പർശിച്ചാൽ അവർക്ക് വീണ്ടും ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ തൊടാതെ പോയത്. പക്ഷേ സമറിയാക്കാരൻ വന്ന് അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ വ്യക്തിയെ തൊട്ടു. ഈ രണ്ടുപേരും ഈ സമറിയാക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷ ഭാഗം എങ്ങനെ മനസ്സിലാക്കി തരാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടുപേരും എന്താണ് ചിന്തിച്ചത്? ഈ സമറിയാക്കാരൻ ചിന്തിച്ചത് എന്നാ? ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? പുരോഹിതനും ലേവിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിയമം വെച്ച് ഒരു തെറ്റും ചെയ്തില്ല. ഈ സമറിയാക്കാരൻ ചെയ്തത് എന്താണ്? നമ്മൾ വായിച്ചു കേട്ടത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ ഈ ഒരു കാര്യം ചെയ്യണം. ഈ പുരോഹിതനും ലേവിയും ചെയ്തത് എന്താണ്? അവിടെ കിടന്നിരുന്ന വ്യക്തിയെ തൊട്ടാൽ എനിക്ക് വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റത്തില്ല. അതിന് ഒരു തെറ്റാണ് ചെയ്തത്. ഈ സമറിയാക്കാരൻ ചെയ്തത് എന്താ? ചെന്ന് തൊട്ടു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് എൻ്റെ ചോദ്യം. പുരോഹിതൻ ലേവിയും ഈ സമറിയാക്കാരൻ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വ്യത്യാസം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയാം. ഈ പുരോഹിതനും ലേവിയെയും ചിന്തിച്ചത്, അവനെ തൊട്ടാൽ, ആരാണ്? അർത്ഥപ്രാണനായി കിടന്നിരുന്ന ആ വ്യക്തിയെ തൊട്ടാൽ ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കും, അല്ലേ? ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിക്കും. അതാണ് ഞങ്ങൾക്ക് വീണ്ടും ദേവാലയത്തിൽ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ദേവാലയത്തിൽ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അർത്ഥപ്രാണനായി കിടന്നിരുന്ന വ്യക്തിയെ തൊട്ടാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നാണ് ചിന്തിച്ചത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു.
ഈ സമറിയാക്കാരൻ ചിന്തിച്ചത് എന്താണ്? ഇത്രയും പറഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം പറയണം. ഈ പുരോഹിതൻ ലേവ്യൻ ചിന്തിച്ചത് അവനെ തൊട്ടാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കും. ഈ സമറിയാക്കാരൻ ചിന്തിച്ചത് എന്താണ്? അവനെ തൊട്ടില്ലെങ്കിൽ അവനെന്തെങ്കിലും സംഭവിക്കും. ഇതാണ് വ്യത്യാസം. കരുണ കാണിക്കണം, എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നാണ് ചിന്ത. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. കർത്താവ് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഈ നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ് കർത്താവ് കൃത്യമായിട്ട് പറയുക? നിന്റെ സഹോദരന് വേണ്ടി നീ ബലിയാകുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഈ ബലിയുടെ കാഴ്ചപ്പാടാണ് കരുണയുടെ കാഴ്ചപ്പാട്. ഈ കരുണ കാണിക്കുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ, നിത്യജീവൻ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളെപ്പോഴും ചിന്തിക്കുക എനിക്ക് എന്ന ചിന്തയാണ്. ഇതാണ് കർത്താവ് പറയുന്നത്, ഇത് ജീവിതത്തിൽ പാടില്ല. അതാണ് കർത്താവ് പറയുന്നത്, നിന്റെ സഹോദരന് വേണ്ടി ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ മലയിലെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മലയില മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ് മലയിലെ പ്രസംഗം. ഈ മലയാള പ്രസംഗത്തിന് അഷ്ടസൗഭാഗ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കേട്ടിട്ടുണ്ടോ? അഷ്ടസൗഭാഗ്യം, 8 സൗഭാഗ്യത്തെക്കുറിച്ച് പറയുന്നത്. ഏതെങ്കിലും ഒരു സൗഭാഗ്യം പറയാമോ? ഏതെങ്കിലും ഒരു സൗഭാഗ്യം പറയാമോ? ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ. അഷ്ടസൗഭാഗ്യം. എത്ര സൗഭാഗ്യമുണ്ട്? അഷ്ടസൗഭാഗ്യം എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 8 സൗഭാഗ്യമുണ്ട്. പക്ഷേ അതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ഏതാ സൗഭാഗ്യം? അഷ്ടസൗഭാഗ്യം 8. ആത്മാവിൽ ദരിദ്രർ, കരയുന്ന ഒരു ഭാഗ്യവാന്മാർ, ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഒരു ഭാഗ്യം മാത്രം ആവർത്തിക്കപ്പെടുന്നുണ്ട്. കരയുന്നത് ഭാഗ്യമാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യമാണ്. ഇതിൽ ഒരു ഭാഗ്യം ആവർത്തിക്കപ്പെടുന്ന ഭാഗ്യമുണ്ട്. ഏത് ഭാഗ്യം? അഷ്ടസൗഭാഗ്യത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഭാഗ്യമുണ്ട്. കരയുന്നത് വീണ്ടും പറയുന്നുണ്ടോ? ആത്മാവിൽ ദരിദ്രർ വീണ്ടും പറയുന്നുണ്ടോ? ഈ അഷ്ടസൗഭാഗ്യത്തിൽ ഒരു ഭാഗ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ വായിക്കണം. ആവർത്തിക്കുന്ന ഭാഗ്യം നീതിയാണ്. നീതിക്ക് വേണ്ടി വിശപ്പും ദാഹിക്കുന്നവർ, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ആവർത്തിക്കപ്പെടുന്നത് നീതി എന്ന ഭാഗ്യമാണ്. നീതി എന്ന ഭാഗ്യമാണ്. വീണ്ടും മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം പറയും, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നീതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്താണ് നീതി? എന്താ നീതി? നീതി എന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവനവന് കൊടുക്കുക എന്നതാണ് നീതി. വലിയ മനസ്സിലായോ? എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറയാം. കൊടമാളൂർ പള്ളിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? കൊടമാളൂർ പള്ളി പോയിട്ടുണ്ടോ? കൊടമാളൂർ പള്ളിയിൽ ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചച്ഛനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയുണ്ട്. വീൽ ചെയറിലാണ് വരുന്നത്. ചേച്ചിയുടെ 2ാമത്തെ കൊച്ചിൻ്റെ പ്രസവത്തിലൂടെ ചേച്ചിയുടെ കഴുത്തിൻ്റെ താഴോട്ട് തളർന്നുപോയി. അപ്പോൾ ചേച്ചി വീൽ ചെയറിലാണ് വരുന്നത്. കൈ മാത്രം അനങ്ങും, തല മാത്രം അനങ്ങത്തുള്ളൂ. അത്ര ആവുള്ളൂ. അപ്പോൾ ചേച്ചി സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ചത്തെ 4 മണി കുർബാനയ്ക്ക് ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, 2
പെൺമക്കളും വരും. അപ്പോൾ വന്ന ഉടനെ ചേച്ചിയെ കാറിൽ നിന്ന് ഇറക്കി വീൽ ചെയറിലോട്ട് ഇരുത്തിയതിന് ശേഷം ഈ വീൽ ചെയർ പൊക്കി, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ കാണും, വീൽ ചെയർ പൊക്കി ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചേച്ചി ഇരുത്തും. അന്ന് 4 മണി കുർബാനയ്ക്ക് അറിയാം, ആ കുർബാന അർപ്പിക്കുന്ന അച്ഛനറിയാം ചേച്ചിക്ക് അവിടെ കൊണ്ട് കുർബാന കൊടുക്കണം. കുർബാന കൊടുക്കും. കുർബാനയ്ക്ക് ശേഷം ആരെങ്കിലുമൊക്കെ സഹായിച്ച് വീൽ ചെയറോട്, ചേച്ചിക്ക് നല്ല ഇച്ചിരി വെയിറ്റും ഉണ്ട്, ആരെങ്കിലും സഹായിച്ച് ചേച്ചിയെ വീൽ ചെയറോടെ പൊക്കി വണ്ടിയുടെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് വീൽ ചെയർ ചേച്ചി അവിടെ കൊണ്ട് ഇതൊക്കെ കണ്ട് അന്നത്തെ വികാരി അച്ഛനായിരുന്ന കൂടത്തിലച്ഛൻ ചെയ്ത ഒരു കാര്യം ഇതാണ്. ചേച്ചി വരുന്ന ആ സമയത്ത് അവിടെ റാമ്പില്ലായിരുന്നു. റാമ്പ് അറിയാലോ, നമുക്ക് വീൽ ചെയറൊക്കെ കൊണ്ടുവന്ന് റാമ്പില്ലായിരുന്നു. ഈ ചേച്ചി വരുന്ന ആ ഭാഗത്ത് അച്ഛൻ ചെയ്തത് ഒരു റാമ്പ് ഉണ്ടാക്കി. ചേച്ചി വരുമ്പോൾ പിന്നെ എളുപ്പമായി റാമ്പിലൂടെ കയറി ചേച്ചിക്ക് ഉന്തിക്കൊണ്ട് വന്നാൽ മതി, രണ്ടുപേരുടെ സഹായം മതി. എനിക്ക് തോന്നുന്ന കുടമാളൂരിൽ 2500 മേളിൽ വീട്ടുകാരുള്ള ഒരു ദേവാലയമാണ്. കൂടത്തിലച്ഛൻ ചെയ്തത് ഈ 2000 പേർക്ക് വേണ്ടിയാണോ അച്ഛൻ ഈ റാമ്പ് പണിതത്? എൻ്റെ ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? 2000 പേർക്ക് വേണ്ടിയാണോ അച്ഛൻ ഈ റാമ്പ് ഉണ്ടാക്കിയത്? ആണോ അല്ലേ എന്ന് ഉറക്കിയൊന്ന് പറഞ്ഞേ. ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ഒറ്റൊരാൾക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ റാമ്പ് ഉണ്ടാക്കിയത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ നീതി എന്ന് പറഞ്ഞത് ഇതാ. നീതി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ നീതിയല്ല. ഈ 2000 വീട്ടുകാർക്ക് വേണ്ടിയല്ല അച്ഛൻ ആ റാമ്പ് ഉണ്ടാക്കിയത്, ഒരാൾക്ക് വേണ്ടിയാണ് റാമ്പ് ഉണ്ടാക്കിയത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ നമ്മുടെ അനുദിന ജീവിതത്തിലെ നീതി എന്ന് പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ നീതിയാണ്. ഭൂരിപക്ഷം എന്ത് ആഗ്രഹിക്കുന്നു, ഭൂരിപക്ഷം എന്ത് വിചാരിക്കുന്നു, അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് നീതി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലെ നീതി എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്താണെന്ന് അത് ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ഈ നീതിയാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഭൂരിപക്ഷത്തിൻ്റെ നീതിയല്ല. നമ്മുടെ കുടുംബത്തിലെ 5 പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് എന്തെന്ന് മനസ്സിലാക്കി അവരവർക്ക് കൊടുക്കുക എന്നതാണ് നീതി. മനസ്സിലാകുന്നുണ്ട് പറയുന്നത്? അല്ലാതെ 4 പേർക്കും പൊതുവായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് അത് ചെയ്തു കൊടുക്കുകയല്ല നീതി. അതാണ് കർത്താവ് പറയുക. മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുക, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ നീതിയെ അതിശയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. നിയമജ്ഞരുടെ നീതി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ നീതിയാണ്. ഭൂരിപക്ഷം എന്താഗ്രഹിക്കുന്നു അതാണ് അവരുടെ നീതി. തമ്പുരാൻ ക്രിസ്തു പഠിപ്പിക്കുന്ന പുതിയ നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എന്താണ് അതാ അവർക്ക് ചെയ്തു കൊടുക്കുക, അതവർക്ക് ചെയ്തു കൊടുക്കുക എന്നതാണ് നീതി. ഈ നീതി നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഇതാണ് കർത്താവ് പറയുക. 100 ആടുകൾ ഉണ്ടായിരുന്ന ഒരാൾക്ക് 99 കൂടെയുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടത് ഒന്നാണ്. ആ ഒന്നിൻ്റെ പുറകെ പോകുന്നതാണ് ദൈവത്തിൻ്റെ നീതി. 10 നാണയങ്ങളുണ്ട്, ഒരെണ്ണം നഷ്ടപ്പെട്ടു, ബാക്കിയോ 9 ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ ഭൂരിപക്ഷം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നഷ്ടപ്പെട്ട ഒരെണ്ണേ ഉള്ളൂ എന്ന് വിചാരിച്ച് പോകുന്നതല്ല ദൈവത്തിൻ്റെ നീതി. ഒരാട് നഷ്ടപ്പെട്ടു പോയില്ല, ബാക്കി 99 എൻ്റെ കയ്യിലുണ്ടല്ലോ, മതി, ഭൂരിപക്ഷം അതാണല്ലോ. ഇത് ചിന്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയാൽ അതിന് പുറകെ പോകുന്നതാണ് ദൈവത്തിൻ്റെ നീതി. ഈ നീതിയാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും എന്താണ് അവ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക, അതാണ് നീതി. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിലെ മേലാത്ത ഒരു അമ്മച്ചി നമ്മുടെ കുടുംബത്തിലുണ്ട്, വയ്യ, നടക്കാൻ വയ്യ,
കിടപ്പാണ്. അമ്മച്ചിക്ക് വൈകുന്നേരം കഞ്ഞി മാത്രമേ അമ്മച്ചി ആഗ്രഹിക്കുന്നുള്ളൂ. ചൂട് കഞ്ഞിയാണ് കൊടുക്കുന്നത്. വീട്ടിൽ നമ്മൾ ചോറാ ഉണ്ടാക്കുന്നതെങ്കിൽ അമ്മച്ചിക്ക് അവകാശപ്പെട്ട ചൂട് കഞ്ഞി അമ്മച്ചിയുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുക എന്നതാണ് നീതി. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം പോയി അമ്മച്ചിക്ക് ചൂട് കഞ്ഞി കൊടുക്കണമെന്നല്ല പറഞ്ഞത്. എന്താണ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന നീതി? ആ നീതിയാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നത്. ഈ നീതി ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഈ നീതിക്ക് പറയുന്ന പേരാണ് കരുണ. ഈ നീതിക്ക് പറയുന്ന പേരാണ് ഉടമ്പടി. തമ്പുരാന് മോശയോട് പറയുന്ന ഒരു കാര്യം, ഞാൻ മറക്കത്തില്ല എൻ്റെ ജനതയെ. ഏത് ജനതയെ? ഇസ്രായേൽ ജനതയെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ ഉടമ്പടി അവരുമായിട്ട് ചെയ്യും. എന്താണ് കർത്താവ് ചെയ്ത ഉടമ്പടി? ഇസ്രായേൽ ജനതയോട് ചെയ്ത ഉടമ്പടി എന്താണ്? കരുണയുടെ ഉടമ്പടിയാണ്. ഞാൻ അവർക്ക് ദൈവമാണ്, അവരെൻ്റെ ജനമാണ്. ഞാൻ അവരെ മറക്കത്തില്ല. എത്രമാത്രം പാപം ചെയ്താൽ പോലും ഞാൻ മറക്കത്തില്ല. ഇതാ ദൈവം ചെയ്ത ഉടമ്പടി. മറക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം ഒരിക്കലും നമ്മളെ മറക്കത്തില്ല. നമ്മൾ എത്രമാത്രം തെറ്റ് ചെയ്താൽ പോലും ദൈവം നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യണമെന്നല്ല, അവൻ്റെ കരുണയിൽ ആശ്രയിക്കണമെന്നാണ് പറയുക. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുള്ള ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കായേൽ ചെയ്ത തെറ്റെന്താണ്? എന്താണ് കായേൽ ചെയ്ത തെറ്റ്? കായേൽ ചെയ്ത തെറ്റെന്താണ്? ഇതൊന്നും വായിച്ചിട്ട് പഠിച്ചിട്ടില്ലേ? എന്താണ് കായേൽ ചെയ്ത തെറ്റ്? ആബേലിനെ കൊന്നതാണോ കായേൽ ചെയ്ത തെറ്റ്? അതാണോ കായേൽ ചെയ്ത തെറ്റെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊന്നും പഠിക്കാതാണോ, മനസ്സിലാക്കാതാണോ വചനം കേൾക്കാൻ വന്നേക്കുന്നത്? കായേൽ ചെയ്ത തെറ്റെന്താ? കായേൽ ചെയ്ത തെറ്റെന്താ? ഒരു കൊലപാതകം ചെയ്തത് മാത്രമാണോ തെറ്റ്? ആണോ? അല്ലെങ്കിൽ കാര്യം പറ. അല്ലെന്ന് പറയുന്നുണ്ടോ? ഉത്തരം പറ. അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. കായേൽ ചെയ്ത തെറ്റെന്താ? കായേൽ ചെയ്ത തെറ്റ് കൊന്നു എന്ന് മാത്രമല്ല, ആരെ കൊന്നു എന്ന് കൂടി അതിലുണ്ട്. ആരെയാ കൊന്നത്? സഹോദരനെ കൊന്നവനാ. അത് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. കായേൽ ചെയ്ത തെറ്റ് കൊലപാതകം മാത്രമല്ല, സ്വന്തം സഹോദരൻ കൊലപാതകം ചെയ്തവനാ ഈ കായേൽ. എന്നിട്ട് ഈ കായേലിങ്ങനെ പകച്ചു നിൽക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കായേലിങ്ങനെ പകച്ചു നിൽക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ പകച്ചു നിൽക്കുന്ന കായേൽ ദൈവത്തോട് പറയുന്നുണ്ട്, കൊലപാതകം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓർത്തോണം, നിങ്ങൾ ആ ചിത്രം മനസ്സിൽ കണ്ടോണം. സ്വന്തം സഹോദരനെ കൊന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് പരാതി പറയുന്ന കായേലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ പരാതി എന്നറിയാവോ? എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാ. ഇതാണ് കായേലിന്റെ പ്രശ്നം. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പേടിയാ. എന്താ പേടി? കാണുന്നവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല. ദൈവത്തോട് കൊന്നതിന് ശേഷം ദൈവത്തോട് പരാതി പറയുന്ന എന്തെങ്കിലും നീതിയുണ്ടോ ഈ പറച്ചിൽ? എന്തെങ്കിലും നീതിയുണ്ടോ? സ്വന്തം സഹോദരനെ കൊന്നതിന് ശേഷം ദൈവത്തോട് പരാതി പറയാ, പുറത്തോട്ട് ഇറങ്ങത്തില്ല. കാരണം ഞാൻ എൻ്റെ സഹോദരനെ കൊന്നതാ, പുറത്തോട്ട് എൻ്റെ ഇറങ്ങാൻ പേടിയാ. ദൈവത്തോട് പരാതി. എന്തെങ്കിലും നീതിയുണ്ടോ ഈ പറച്ചില്? പക്ഷേ ദൈവം എന്താ പറയുന്നറിയോ? ദൈവം എന്താ പറഞ്ഞത്? കായേലേ, നീ പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഞാനൊരു മുദ്ര നൽകും. ആരും നിന്നെ തൊടുത്തില്ല. നിനക്ക് ഞാനൊരു മുദ്ര നൽകും. ആരും നിന്നെ തൊടുത്തില്ല. നിന്നെ തൊടുന്നവനെ ഞാൻ തട്ടും. ഇത്രമാത്രം ദൈവം സംരക്ഷിക്കുന്ന ഒരു ദൈവ, കരുണയുള്ള ദൈവ, നീതിമാനായ ദൈവ. ഈ നീതിയാണ് നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു കാര്യം. ഈ നീതിയാണ്, ഈ കരുണയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം കാണിക്കുന്ന കരുണ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒരു ചെറിയൊരു ഉറക്കമൊക്കെ വരുന്നുണ്ട്.
ഇരുകൈകളും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവം നമ്മളോട് പറയുന്നത് കരുണയുള്ളവരാകുക എന്നതാണ്, നീതിമാനായി മാറുക എന്നതാണ്. ഈ നീതി നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ സ്വർഗരാജ്യം നമുക്ക് അവകാശമായി ലഭിക്കുകയില്ല. നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോരുത്തർക്കും നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? നീതി കാണിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് കൊണ്ടുവരാം. കുടുംബത്തിലായിരിക്കുന്ന ഓരോ അംഗങ്ങളെയും, മക്കളെയും, മാതാപിതാക്കളെയും, ജീവിത പങ്കാളിയെയും, സഹോദരങ്ങളെയും എല്ലാം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. കർത്താവ് നമ്മളോട് വ്യക്തിപരമായി പറയുന്നുണ്ട്, നിനക്ക് സ്വർഗരാജ്യം വേണോ? നീ കരുണ കാണിക്ക്, നീതിയായി വർത്തിക്ക്. സ്വർഗരാജ്യം നിനക്ക് അവകാശമാക്കണോ? നീ നീതിയായി വർത്തിക്കുക എന്നാണ്. നമ്മുടെ കുടുംബത്തിൽ ആയിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും നീതി നടത്തുവാൻ, നീതി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പോരായ്മകളുള്ള വ്യക്തികളാകാം. ജീവിത പങ്കാളിക്ക് ഒത്തിരി പോരായ്മകളുണ്ടാകാം, മക്കൾക്ക് ഒത്തിരി പോരായ്മ ഉണ്ടാകാം, സഹോദരങ്ങൾക്ക് ഒത്തിരി പോരായ്മ ഉണ്ടാകാം, മാതാപിതാക്കൾക്ക് ഒത്തിരി പോരായ്മ ഉണ്ടാകാം. കർത്താവ് പറയുന്നത് കരുണ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, നീതിയായി വർദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നീതിയായി വർദ്ധിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കരുണ കാണിക്കാനുള്ള ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. കരുണ കാണിക്കാനുള്ള ഉപകരണമായി എന്നെ മാറ്റണമേ. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് കരുണ കാണിക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമുക്ക് കരുണ നൽകുന്നത് കരുണ കൊടുക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ കരുണ ആസ്വദിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടായിരിക്കാം. ആ നിമിഷങ്ങളെ ഒന്ന് ഓർക്കാം. എത്ര പാപം ചെയ്താൽ പോലും എന്നെ കൈവിടാത്ത നല്ല ദൈവം, എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ പോലും എന്നെ കൈവിടാത്ത എൻ്റെ നല്ല ദൈവം. കർത്താവെ, ഇന്ന് മുതൽ കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് മുതൽ കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റണമേ. നമുക്കിരിക്കാം. അങ്ങനെ ദൈവം കായേലിൻ്റെ ജീവിതത്തിൽ ഒരു കരുണയുടെ ദൈവമായി രൂപാന്തരപ്പെടുക. നിന്നെ ആര് തൊട്ടാൽ പോലും നിന്നെ ഞാൻ സംരക്ഷിക്കും. ഒരു വെറും കൊലപാതകിക്കല്ല, ഒരു സഹോദരനെ കൊന്ന കൊലപാതകിക്ക് കൂട്ടുപോകുന്ന, സംരക്ഷിക്കുന്ന നല്ല തമ്പുരാനാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പുലർത്തേണ്ടതും ഈ കരുണയുടെ ഒരു മുഖമാണ്. കരുണയുടെ മുഖമാണ്. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നീതി. ഈ നീതി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതാണ് ഈ ഉപമയിൽ നല്ല സമറിയാക്കാരൻ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന നിത്യജീവൻ അവകാശമാക്കാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കൃത്യമായി കർത്താവ് പറഞ്ഞ കരുണ കാണിക്കുക. കരുണ കാണിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നതും ഈ കരുണയുള്ള ദൈവത്തിൻ്റെ വലിയ മുഖ, കരുണയുള്ള ദൈവത്തിൻ്റെ വലിയ മുഖ. ഉൽപ്പത്തിയുടെ ഗ്രന്ഥം 19-ാം അധ്യായത്തിൽ ലോത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ലോത്ത് ആരുടെ സഹോദരനായിരുന്നു അറിയാം? അബ്രഹാത്തിൻ്റെ. 19-ാം അധ്യായത്തിൽ ദൈവം ലോത്തിനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് ലോത്തിനോട് പറയുന്നുണ്ട്, സോദോം ഗോമോറ ഈ ദേശത്തിൽ നിന്ന് നീ ഓടിപ്പോകണം, ഞാൻ ഈ ദേശം നശിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ 2 മാലാഖമാരെ പ്രത്യക്ഷപ്പെട്ട് ലോത്തിനോട് പറയുന്നത്. ആ ഭാഗം ഒന്ന് വായിക്കണം. എന്ത് രസമാണെന്നറിയാമോ? ദൈവം തന്നെ എന്ന് പറയാം, പ്രത്യക്ഷപ്പെട്ട് പറയാം, ലോത്തെ രക്ഷപ്പെട്. അപ്പം ലോത്ത് ആദ്യമേ ഇത് കേട്ടപ്പോൾ ലോത്തിന് എന്താ ഉണ്ടായെന്നറിയാം? തമാശയാ. വിശുദ്ധ പറയാ, ലോത്തിനും മക്കൾക്ക് ഇത് കേട്ടപ്പോൾ ഒരു തമാശയായിട്ടോ തോന്നി. അപ്പോൾ ദൈവം പറയും, വേണ്ട,
ലോത്തിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ലോത്തിനെ നഗരത്തിൻ്റെ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പോഴും ലോത്തിന് പോകാൻ മടിയ. അപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടു, ആ മലയിലേക്ക് ഓടി നീ രക്ഷപ്പെട, എങ്ങനെയും നശിപ്പിക്കാൻ പോവുക, നീയെങ്കിലും രക്ഷപ്പെട്, ആ മലയിലേക്ക് പോവുക. അപ്പോൾ ലോത്തന പറയുന്നറിയോ, മലയൊക്കെ കയറാനും ഓടാനും എനിക്ക് മേല, ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമത്തിലേക്ക് ഞാൻ പോകട്ടെ. അപ്പോൾ പറയും, പൊക്കോ, തൊട്ടടുത്തിരിക്കുന്ന ഗ്രാമത്തിലേക്ക് പോക്കോ. പക്ഷേ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. എല്ലാം അനുവദിക്കുന്ന ദൈവമാണ്. ആദ്യം തമാശയാന്ന് വിചാരിച്ചപ്പോൾ കൈ കയറി പിടിച്ചിട്ട് നഗരത്തിൻ്റെ പുറത്തോട്ട് കൊണ്ടുവന്നു. നിങ്ങൾ ആ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ട് നഗരത്തിൻ്റെ പുറത്തോട്ട് കൊണ്ടുവന്നു. ഈ മലയിലേക്ക് പോകാൻ പറഞ്ഞു, മലയിലേക്ക് പോകാൻ മടി, അടുത്തുള്ള ഗ്രാമത്തിലേക്ക്. അന്ന് അത് സമ്മതിച്ചു. പക്ഷെ ഒറ്റൊരു കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്താൽ മതി എന്ന് പറയുന്നത്? പിന്തിരിഞ്ഞ് നോക്കരുത്. നിനക്കെല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഒറ്റൊരു കാര്യം നീ ചെയ്താൽ മതി, പിന്തിരിഞ്ഞ് നോക്കരുത്. തമ്പുരാൻ നമ്മളോട് പറയുന്നതും ഈ ഒരു കാര്യമാണ്. കരുണ കാണിക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എന്താണ്? പിന്തിരിഞ്ഞ് നോക്കരുത്. എന്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കരുത്? നാളെ പുറയിലേക്ക് നാളെ പിന്തിരിഞ്ഞ് നോക്കലെന്നല്ല പറഞ്ഞത്. എന്താണ് തമ്പുരാൻ പറയുന്നത്? പിന്തിരിഞ്ഞ് നോക്കരുത്. നീ വീണ വഴികൾ, നീ സഹിച്ച സഹനങ്ങൾ, അതിലേക്ക് നീ നോക്കരുത്. നോക്കിയാൽ നീ അതിൽ കുടുങ്ങിപ്പോകും. നീ ബലഹീന വ്യക്തിയാ, നീ പോരായ്മയുള്ള വ്യക്തിയാ. നിന്റെ ജീവിതത്തിൽ നിരവധിയായ സഹനങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്, ഒത്തിരിയേറെ വേദനയിലൂടെ നീ കടന്നുപോയ. നീ തിരിഞ്ഞു നോക്കരുത്. ഉണ്ട്, വേദനകളെല്ലാം ഉണ്ടെന്നേ, സഹനങ്ങളുണ്ട്. സഹനമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിൽ സഹനങ്ങളില്ലാത്തവരുണ്ടോ ഇവിടെ? ഇല്ല, സഹനങ്ങളുണ്ട് തീർച്ചയായിട്ടും. സഹനങ്ങളിലേക്ക് നോക്കരുത്. വേദനയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പോരായ്മകളുണ്ട്, കടബാധ്യതയുണ്ട്, അസ്വസ്ഥതകളുണ്ട്, ജീവിത പങ്കാളി മദ്യപാനിയാ, മക്കൾ വഴി പോകുന്നു, തെറ്റി പോകുന്നു. ഉണ്ട്. തിരിഞ്ഞു നോക്കരുത്. കർത്താവിലേക്ക് നോക്ക്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയം കർത്താവാണ്. കർത്താവിനെ നോക്കി നടക്ക്. സഹനങ്ങളെ നോക്കി നടക്കാതെ കർത്താവിലേക്ക് നോക്കി നടക്കാനാണ് പറയുന്നത്. അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ യാക്കോബ് നമ്മളെ പഠിപ്പിക്കും. യാക്കോബ് എന്ത് ചെയ്തത് തെറ്റാണെന്നറിയോ? യാക്കോബ് ആരാന്നറിയോ? ആരുടെ മകനാ യാക്കോബ്? യാക്കോബ്, ഇനി മുമ്പോട്ട് പോകുന്നില്ല. യാക്കോബ് ആരുടെ മകനാ? ഇസ്ഹാക്കിന് 2 മക്കളുണ്ട്, യാക്കോബും ഏസാവും. യാക്കോബ് ചെയ്ത തെറ്റെന്താ? പിതാവിൽ നിന്ന് അനുഗ്രഹം വഞ്ചിച്ചെടുത്തവനാണ് യാക്കോബ്. എന്നിട്ട് ഈ ഒളിച്ചോടുന്നുണ്ട്. യാക്കോബിൻ്റെ അമ്മ യാക്കോബിനോട് പറയും, ഒളിച്ചോടി പൊക്കോ. ഈ പോകുന്ന വഴി യാക്കോബിന് ഒരു ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാകുന്നുണ്ട്. ദർശനം ഉണ്ടാകുന്നതിന് മുൻപ് യാക്കോബ് ചെയ്ത ഒരു കാര്യം എന്താ അറിയോ? എപ്പോഴാണ് യാക്കോബിന് ദർശനം ഉണ്ടായത്? ഉണർന്നിരുന്നപ്പോഴാണോ ദർശനം ഉണ്ടായത്? കിടന്നുറങ്ങിയപ്പോൾ. വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കിടന്നുറങ്ങുന്ന മുമ്പ് യാക്കോബ് ചെയ്ത ഒരു കാര്യം എന്താണെന്നറിയോ? കിടക്കണ്ടേ? കല്ല് തലയുടെ ഇവിടെ വെച്ച്, തലവണയ്ക്ക് പകരം കല്ല വെച്ചിട്ട് ശേഷം യാക്കോബ് ഉറങ്ങിയപ്പോൾ കർത്താവിൻ്റെ വലിയ ദർശനം ഉണ്ടാകുന്നുണ്ട്. എന്താ ദർശനം? ഒരു കോവണിയിൽ എന്താണുള്ളത്? ഒരറ്റം ഭൂമിയിലും മറ്റേ അറ്റം സ്വർഗത്തിലും. ഈ കോവണി എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി പോകണം. കോവണിയിലൂടെ ആരാ കയറി ഇറങ്ങി പോകുന്നത്? മാലാഖമാർ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അർത്ഥം എന്താ? യാക്കോബിന് വലിയ മനസ്സിലായോ? അതിനുശേഷം പോട്ടെ, യാക്കോബിന് മനസ്സിലായില്ലോ നമുക്ക് വെറുതെ. ഉറക്കമുണർന്നു. അതിനുശേഷം യാക്കോബ് ചെയ്തെന്താ? ബാക്കി യാത്ര തുടർന്നു എന്നാണ് വിശുദ്ധരെന്ന് പറഞ്ഞത്.
അവിടം വരെ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. ബാക്കി എന്താ? എന്ത് ബലിപീഠം ഉണ്ടാക്കി? തൻ്റെ തലയ്ക്ക് കീഴെ വെച്ച കല്ല് എടുത്തു വെച്ച് അതിനെ അഭിഷേകം ചെയ്തു എന്നാണ് പറയുക. അഭിഷേകം ചെയ്തു. അതിനു മുൻപ് തലയ്ക്ക് കീഴെ വെച്ച കല്ല് എന്തായിരുന്നു? തലയ്ക്ക് കീഴെ വെച്ച കല്ല് എന്തിനെ സൂചിപ്പിക്കുക? ചുമ്മാ ഒരു കല്ല് എടുത്ത് യാക്കോബ് കിടന്നു മാത്രമാണോ സുവിശേഷം പറയുക? യാക്കോബിനുണ്ടായിരുന്ന വേദനകളാ, അസ്വസ്ഥതകളാ, പ്രയാസങ്ങളാ തലയ്ക്ക് കീഴെ വെച്ച കല്ല്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? തലയ്ക്ക് കീഴെ വെച്ച കല്ല് യാക്കോബിനുണ്ടായിരുന്ന സഹനങ്ങളും അസ്വസ്ഥതകളും അവൻ്റെ മനസ്സ് മുഴുവനാ പറയുന്നത്. ഈ കല്ല് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യാക്കോബിനുണ്ടായിരുന്ന വിഷമതകളാ. തുടർന്ന് യാക്കോബിനൊരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം എന്താണ്? കോവണി, സ്വർഗരാജ്യം, മാലാഖമാര്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരറ്റം ഭൂമിയിലും മറ്റേ അറ്റം സ്വർഗത്തിലുമാണ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോഴാണ് യാക്കോബ് തലയ്ക്ക് കീഴെ വെച്ച കല്ലെടുത്ത് വെച്ച് അതിന് അഭിഷേകം ചെയ്തത്. തലയ്ക്ക് കീഴെ വെച്ച കല്ല് എന്താണ് ഞാൻ പറഞ്ഞത്? ജീവിതത്തിലെ സഹനങ്ങളാ, വേദനകളാ. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണ് യാക്കോബിന് മനസ്സിലായത്? തൻ്റെ ജീവിതം സ്വർഗമാ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനാണ് പറയാ. സ്വർഗമാണ് ലക്ഷ്യം. സ്വർഗം ലക്ഷ്യമാകുമ്പോൾ സഹനങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റും. സഹനങ്ങളെ വിശുദ്ധീകരിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് കല്ലെടുത്ത് അതിനെ അഭിഷേകം ചെയ്യുക. എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ജീവിതത്തിലെ രോഗത്തെ അഭിഷേകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ജീവിതത്തിലെ പ്രയാസങ്ങളെ, ജീവിതത്തിലെ നമ്മുടെ ജീവിത പങ്കാളിക്ക് ഒരു കുറവുണ്ട്, ആ കുറവിനെ എടുത്തുകൊണ്ട് അഭിഷേകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവം തന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈ വേദന, ഈ അസ്വസ്ഥത ദൈവം തന്നതാ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്ക്. അപ്പോൾ മാത്രമേ കൃപയൊഴുകത്തുള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിലെ പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയുണ്ട്. കഴിയുമെങ്കിൽ ഈ മുള്ള് എന്നിൽ നിന്ന് മാറിപ്പോകണം. പൗലോസ്ലീഹയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ കർത്താവ് പൗലോസ്ലീഹയ്ക്ക് നൽകിയ ഉത്തരം എന്താ? നിനക്ക് എൻ്റെ കൃപ മതി. നിന്റെ ജീവിതത്തിലെ മുള്ള്, പ്രയാസം, രോഗം, അസ്വസ്ഥത, കടബാധ്യത ഇരിക്കട്ടെ അവിടെ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എൻ്റെ കൃപയാ. നമ്മുടെ ജീവിതത്തിലെ വേദനകളെ, സഹനങ്ങളെ, പോരായ്മകളെ, ബലഹീനതയെ നമുക്ക് തലയ്ക്ക് കീഴെ ഭാരമായിട്ടായിരിക്കുന്നത്. ഒരിക്കലും കല്ലെടുത്ത് വെച്ചുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല, പറ്റത്തില്ല. യാക്കോബിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഉറങ്ങിപ്പോഴപ്പോഴാണ് പറഞ്ഞത് സ്വർഗമാണ് ലക്ഷ്യം. ബോധ്യമുണ്ടായി. ഈ ബോധ്യമുണ്ടെങ്കിൽ ജീവിതത്തിലെ സഹനങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റും. കർത്താവ് നമ്മളോട് പറയുന്നു, ജീവിതത്തിലെ വേദനകൾ ഉണ്ടാവും, സഹനങ്ങൾ ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. ഇതൊക്കെ എടുത്തു ഒഴിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് വിശുദ്ധീകരിക്കുവാൻ സാധിക്കട്ടെ. തമ്പുരാനെ, ഈ വേദനയിൽ നീയുണ്ട്. ഈ ഒരു കാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്താണ്? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തും എടുത്തു വരട്ടെ എന്നാ പറയുന്നത്. എന്താ ഈ കുരിശെന്ന് പറഞ്ഞാൽ എന്താ? സഹനങ്ങൾ മാത്രമാണോ? അത്ര നിസ്സാരമായിട്ട് കുരിശിനെ കാണല്ലേ. എൻ്റെ വേണ്ടാത്ത ഒരു കാര്യമായിട്ട് കാണല്ലേ സഹനം. കുരിശെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കുരിശ് രൂപം ഇല്ല. കുരിശ് കാണുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്?
കുരിശ്, ക്രിസ്തു ഇല്ലാത്ത കുരിശ് മാത്രം കാണത്തില്ലേ? ഈശോയെ ഇല്ലാത്ത കുരിശ് കാണത്തില്ലേ? ഈ കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? എനിക്കൊരു സംശയം, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകഞ്ഞിട്ടാണോ അതൊരു ചോദ്യം? ഈ കുരിശ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഈശോ ഇല്ലാത്ത കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? അവിടെ ആ മണിയിൽ ഒരു കുരിശുണ്ട്, ഈശോയുണ്ടോ അതിൽ? ഇല്ല. ആ കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? അവിടെ ഇരിക്കുന്നവർ കാണത്തില്ലായിരിക്കും, അവിടെ ഒരു മണി ഇരിപ്പുണ്ട്. മണി കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈശോ ചുമന്ന കുരിശോ? കുരിശ് രക്ഷ. വലിയ തിയോളജിയോ ദൈവശാസ്ത്രവും പറയാതെ അത് കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈശോ ഇല്ലാത്ത കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഇത് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? മർത്തോമ കുരിശ് ഉദ്ധാനമാണ്. ഈ കുരിശ് ഇത് പോട്ടെ, പ്രാവും പോട്ടെ, താഴത്തെ പോട്ടെ, ഇത് മാത്രം കണ്ടായെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വലിയ തിയോളജിയോ ദൈവശാസ്ത്രം ഒന്നും പറയാതെ പച്ചയ്ക്ക് പറഞ്ഞു ഈ കുരിശ് കാണുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ഈശോ ഉള്ള കുരിശ് കാണുമ്പോൾ ഈശോയാന്ന് മനസ്സിലാകും. ഈ കുരിശ് കാണുമ്പോൾ എന്നാ മനസ്സിലാകുന്നത്? ഈ കുരിശ് കാണുമ്പോൾ തന്നെ ഈശോയല്ലേ മനസ്സിലാകണ്ടേ? അല്ലേ? അതാണ്ട് ഈശോയെ ഞാൻ മാറ്റി പറഞ്ഞത്. കുരിശ് ഈശോ ഉള്ള കുരിശാണെങ്കിൽ ഈശോയെ കാണുമെന്ന് പറയാം, ഈ കുരിശാണെങ്കിലും ഈശോ. അപ്പോൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിതയിച്ച് കുരിശുമെടുത്ത് വരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈശോയെ വഹിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ ചെലുത്തുന്നത്. അത് ജീവിതത്തിലെ സഹനമായിട്ട് മാത്രം ചുരുക്കി കളയരുത്, ചുരുക്കി കളയല്ലേ. ജീവിതത്തിലെ സഹനമാകാം, ജീവിതത്തിലെ സന്തോഷമാകാം, ജീവിതത്തിലെ ഒന്നുമില്ലാത്ത അവസ്ഥയാകാം, എല്ലാം കുരിശാണ്. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ് പറയുക. ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാനാണ്. ആ ജീവിതത്തിലെ സഹനമാകാം, ഏതു തരമായാലും അത് പൂർണ്ണമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മളോട് ഈ കരുണയെല്ലാം കാണിക്കുന്നത് അവിടെ തൊട്ടാണ്. നമ്മൾ കരുണ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കരുണ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. പറയുന്നത് മനസ്സിലാവുന്നു? നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ കരുണ കാണിക്കണം. ഈ കരുണ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? കർത്താവ് നമ്മൾ എത്രമാത്രം ബലഹീനതയായാൽ പോലും, കായേലിനെ പോലെ പകച്ചു നിൽക്കുന്നവരായി പോലും കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, പോരായ്മകൾ ഉണ്ടായിരിക്കും. ആ പോരായ്മകൾ, വേദനകളെല്ലാം അഭിഷേകം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ അഭിഷേകം ചെയ്ത് കരുണ കാണിക്കുവാനാണ് നമ്മളോട് കർത്താവ് പറയുന്നത്. ഈ കരുണ കാണിച്ചാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? സ്വർഗരാജ്യം നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഉപമയിലേക്ക് ഒന്നുകൂടെ കടന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ നമ്മൾ പറഞ്ഞു, അവന് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ബലിയായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തിൽ ഒരു കാര്യം കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഉപമയിലെ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ ഈ മനുഷ്യന് അർത്ഥപ്രാണനാക്കി അവർ വിട്ടു എന്നാണ് പറഞ്ഞത്. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനായി പോയി കഴിഞ്ഞു. ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? സുവിശേഷ ഭാഗം ഇങ്ങനെയാണ്: അവരവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞത്. അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു, അവനെ പ്രഹരിച്ചു. ഈ ഭാഗം വായിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഈശോയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ വ്യക്തി ആരാ? ഈ വചനഭാഗം വായിക്കുമ്പോൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയ വ്യക്തി ആരായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും? ഈശോയുടെ മുഖമുള്ള വ്യക്തിയാണ്. അപ്പോൾ നല്ല സമറിയാക്കാരൻ വന്ന്, നമ്മൾ പറയുന്ന നല്ല സമറിയാക്കാരൻ വന്ന് ഈ വ്യക്തിയെ പരിചരിച്ചു. നല്ല സമറിയാക്കാരൻ ആരാ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷ ഭാഗം വെച്ച് ഞാൻ പറയുന്നത്, ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വ്യക്തിയെ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു, പ്രഹരിച്ചു. ഈ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ ആരാ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഈശോയെ. മനസ്സിലായോ? ഈശോയെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ
സഹായം ചെയ്ത വ്യക്തിയെ, സമറിയാക്കാരൻ, കരുണ കാണിച്ചവൻ, ഈ വ്യക്തിയെ ചിന്തിക്കുമ്പോൾ ആരെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ശമയോനോ? സമറിയാക്കാരൻ ആരാ നമ്മളെപ്പോഴും മനസ്സിലേക്ക് വരുന്നത്? ആരാ? കരുണ കാണിച്ചവൻ ആരുടെ പേര് പറ? സമറിയാക്കാരനാരാ? നമ്മളെപ്പോഴും പറയാം നല്ല സമറിയാക്കാരനാര്? ഈശോ. കരുണ കാണിച്ചൻ ഈശോ. ഓക്കെ, നമ്മൾ 2 ഈശോയെ കണ്ടു. മനസ്സിലായോ? ബൈബിൾ ഭാഗം പറയുന്നു ഉരിഞ്ഞെടുത്ത വ്യക്തി, പ്രഹരിച്ച വ്യക്തി. ആ വ്യക്തിയെ നമ്മൾ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ ഈശോയെ നമ്മൾ കാണുന്നു. അപ്പോൾ സഹായം ചെയ്ത, കരുണ കാണിച്ചവൻ, നല്ല സമറിയാക്കാരൻ ഈശോ. സത്രപ്പ് സൂക്ഷിപ്പുകാരൻ. സത്രം എന്താണ്? സത്രം എപ്പോഴും പറയുക, ബൈബിൾ പണ്ഡിതന്മാരെല്ലാം പറയുക, സത്രം എന്ന് പറയുന്നത് സഭയാ. ഈ സഭയിലെ സത്രപ്പ് സൂക്ഷിപ്പുകാരനാരാ? മാർപ്പാപ്പ എന്ന് പറയല്ലേ. സഭയുടെ മണവാളൻ ആരാ? സഭ മണവാട്ടിയായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ? സഭ മണവാട്ടിയ. അപ്പോൾ സത്രപ്പ് സൂക്ഷിപ്പുകാരനായ മണവാളൻ ആരാ? ഈശോ. അപ്പോൾ എത്ര ഈശോമാരുണ്ട് ഇവിടെ? ആരൊക്കെയാ? വഴിയിൽ കിടന്ന ഈശോ, സഹായിച്ച ഈശോ, ആരെ ഏൽപ്പിച്ച് അവിടെയും ഈശോ. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിൽ ഈശോയെ കാണാൻ സാധിക്കണം. ഈശോയെ കാണണമെങ്കിൽ ഞാൻ ആരായി മാറണം? ഈശോയായിട്ട് മാറണം. നമ്മൾ ഈ ഈശോയെ ആരുടെ പക്കലേക്ക് ഏൽപ്പിക്കേണ്ടത്? ആരുടെ പക്കലേക്ക് ഏൽപ്പിക്കേണ്ടത്? ഈശോയുടെ പക്കലേക്ക് ഏൽപ്പിക്കേണ്ടത്. എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: ക്രിസ്ത്യാനിയാകുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. പറയുന്നതനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. പക്ഷേ ഈശോ നമ്മളോട് പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനല്ല. എന്തായിട്ട് ജീവിക്കാനാണ്? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശു മാറ്റി വേറൊരു പേര് പറഞ്ഞ് ഈശോയെ ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ ക്രിസ്ത്യാനിയാകാനാണോ ഈശോ നമ്മളോട് പറയുക? ആണോ? ഇത്രയും കേട്ടിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്? ഈ 1 മണിക്കൂർ പറഞ്ഞിട്ടത് ക്രിസ്ത്യാനിയാകാനാണോ ഈശോ നമ്മളോട് പറയുക? പിന്നെ ആരാകാനാ പറയുക? ഈശോയാകാനാ പറയുന്നത്. ദൈവമാകാനല്ല, ഈശോയാകാനാണ് പറയുന്നത്. ഈ ഉപമയിൽ നമ്മൾ കരുണ കാണിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? എന്തുകൊണ്ടാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്? പറ. കരുണ കാണിക്കുമ്പോൾ നമ്മൾ ഈശോയായിട്ട് മാറും. എന്തുകൊണ്ടാണ് കരുണ കാണിക്കേണ്ടത്? ഈശോയെയാണ് നമ്മൾ സഹായിക്കുക. നമ്മൾ ആരുടെ പക്കലേക്കാണ് ഈ ഈശോയെ കൊണ്ടു ചെല്ലേണ്ടത്? ഈശോയുടെ പക്കലേക്ക്. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. കരുണ കാണിക്കുമ്പോൾ നീ എന്നെ പോലെയാകും. കരുണ കാണിക്കുമ്പോൾ നീ എന്നെ പോലെയാകും. എന്തുകൊണ്ടാണ് നീ കരുണ കാണിക്കേണ്ടത്? ഞാനാണ് അവിടെ കിടക്കുന്നത്. സ്വീകരിക്കുന്ന വ്യക്തി ഞാനാ. നീ കൊടുക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സഹായം, ഒരു 10 രൂപ, 100 രൂപ, 1000 രൂപ, 1,00,000 രൂപ, കോടി രൂപ കൊടുത്താൽ പോലും കിടക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റണം. അതാണ് കരുണയുടെ മാനദണ്ഡം. അതാണ് കൊടുക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. കൊടുക്കുന്നവനിൽ ക്രിസ്തുവിനെ കാണണമെങ്കിൽ ഞാൻ ക്രിസ്തുവായിട്ട് മാറണം. ഈ ഉപമ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വലിയൊരു കാര്യമാണ്. ക്രിസ്തുവായിട്ട് മാറുക. പ്രഹരിച്ചവൻ ക്രിസ്തുവാണ്, സഹായിച്ചവൻ ക്രിസ്തുവാണ്. ഈ സഹായം ഏൽപ്പിച്ചവൻ സഭയാകുന്ന ആ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മളോട് പറയുന്നതും നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ഞാൻ എന്താകണം? ഈശോയായിട്ട് മാറണം. കരുണ കാണിക്കുന്നവരായി മാറണം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിലെ ഈശോയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് നിത്യജീവൻ അവകാശമായി ലഭിക്കത്തില്ല. ഞാൻ എന്തൊക്കെ നിയമങ്ങൾ പാലിച്ചാൽ പോലും കർത്താവ് പറയും, എന്ത് പറയും? എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറയും. അതാണ് പല ഉപമകളിൽ, മണവാളൻ്റെ 10 കന്യകമാരുടെ ഉപമയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന. നമ്മുടെ വാതിക്ക വരെ എത്തും,
അകത്ത് കയറത്തില്ല. വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കും, തുറക്കത്തില്ല. കാരണം എന്താ? ഈശോയായിട്ട് മാറിയില്ല. ഈശോയായിട്ട് മാറില്ല. തൊട്ടുതിരിക്കുന്ന വ്യക്തിയെ ഈശോയെ കാണാനുള്ള കാഴ്ചയാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് എന്നെ വഹിച്ചുകൊണ്ട് ഞാനായി മാറുക എന്നതാണ്. ഞാനായി മാറുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവായി മാറുവാനാണ് ഈ സമറിയക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതും കർത്താവ് നമുക്ക് കരുണ കാണിക്കുന്നതും. കരുണ മറ്റുള്ളവരോട് കാണിക്കുവാൻ വേണ്ടിയാണ്. കരുണ നമ്മൾ മറ്റുള്ളവരോട് കാണിച്ചില്ലെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ, സ്വർഗരാജ്യം നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെടും. നമ്മൾ എന്തൊക്കെ വിശുദ്ധ കുർബാന അർപ്പിച്ചാലും, എന്തൊക്കെ ധ്യാന പ്രസംഗങ്ങൾ കേട്ടാലും, എവിടേക്ക് പോയി നൊവേനകൾ കൂടിയാലും, ഏതൊക്കെ ധ്യാന സെൻറ്ററിൽ പോയി വചനം കേട്ടാലും നടക്കത്തില്ല. അതിൻ്റെ അർത്ഥം ഇനിയും തൊട്ട് അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച ഇവിടെ വരാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഈ ധ്യാനത്തിൻ്റെയും ഈ വിശുദ്ധ കുർബാനയുടെയും ഒക്കെ ലക്ഷ്യം എന്താ ലക്ഷ്യം? ക്രിസ്തുവായി മാറുക എന്നാണ്. ഓരോ വിശുദ്ധ ബലിയർപ്പണവും നമ്മളോട് പറയുന്നതും കുർബാനയായിട്ട് മാറാനാണ്. കുർബാനയായിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുർബാനയായിട്ട് മാറണം. അതുകൊണ്ടല്ലേ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? ക്രിസ്തുവായി മാറാനാണ്. ക്രിസ്തുവായിട്ട് മാറണമെങ്കിൽ ഏറ്റവും വലിയ കാര്യം തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിച്ചാൽ ഞാൻ ക്രിസ്തുവായിട്ട് മാറി എന്നതാണ്. കാണുന്നവനിൽ അവനാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ മുമ്പിൽ സ്വർഗരാജ്യം അടയ്ക്കപ്പെടും. സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനാണ് തമ്പുരാൻ പറയുന്നത്. കാരണം കർത്താവ് അത്രമാത്രം കരുണ നമ്മളോട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ കാണിക്കുന്ന കരുണ മറ്റുള്ളവരോട് കാണിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നീതിമാന്മാരായി നമുക്ക് ഭാവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും ക്രിസ്തുവായിട്ട് മാറാൻ എന്തു നല്ല കാര്യമാണ് അല്ലേ? ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ക്രിസ്തുവായിട്ട് മാറുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുമുള്ളവരെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കും. അതാണ് മോശയോട് തമ്പുരാൻ പറയുന്നത്. മോശയ്ക്ക് ദൈവം നൽകിയ വലിയ വിളി എന്താന്ന്? വിളി നൽകിയപ്പോൾ മോശയോട് ആദ്യമേ പറഞ്ഞ തമ്പുരാൻ എന്ത് കാര്യമാണെന്നറിയാമോ? എന്താ തമ്പുരാൻ മോശയോട് മുൾപ്പടർപ്പിലൂടെ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറഞ്ഞപ്പോൾ, ദൈവവിളി നൽകിയപ്പോൾ മോശയോട് ആദ്യമേ പറഞ്ഞ കാര്യം എന്താ ആദ്യമേ പറഞ്ഞ കാര്യം? നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഇപ്പോഴൊക്കെ ആ വചനങ്ങളൊക്കെ ഇപ്പം ദേവാലയത്തിൻ്റെ പുറത്ത് മാത്രം എഴുതുന്ന ഒരു വചനമായിട്ട് മാറുക അല്ലേ? ചെരുപ്പ് ഊരിയിട്ട് പള്ളിയിലേക്ക് കയറുവാൻ മാത്രമുള്ള ഒരു വചനമായിട്ട് അതൊക്കെ ചുരുക്കികളെ. ചില പള്ളികളിലെ അതെങ്ങനെ എഴുതിയിടാറില്ലേ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് വേണം പള്ളിയിൽ കയറാൻ. അതാണോ തമ്പുരാൻ ഉദ്ദേശിച്ചത്? അല്ല. പിന്നെ എന്താണ് തമ്പുരാൻ ഉദ്ദേശിച്ചത്? നീ ഏതൊക്കെ സ്ഥലത്ത് നിൽക്കുന്നോ ആ സ്ഥലങ്ങളെല്ലാം പരിശുദ്ധമാണ്. ഈ പരിശുദ്ധിയുടെ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ് പ്രധാനപ്പെട്ട. നീ ഏതൊക്കെ സ്ഥലം, പള്ളി മാത്രമല്ല പരിശുദ്ധം, വീട്, ജോലിസ്ഥലം, ഏതൊക്കെ സ്ഥലം നീ നിൽക്കുന്നോ അതൊക്കെ പരിശുദ്ധമായി മാറേണ്ട പരിശുദ്ധിയുടെ കാഴ്ചപ്പാടുണ്ടാകണം. അതായത് വിശുദ്ധ കുർബാന നമ്മുടെ അനുദിന ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവായി മാറണമെങ്കിൽ കരുണ കാണിക്കുന്നവരായിട്ട് മാറുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.